ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒറക്കിൾ ഡെക്കാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ വരുന്ന റീഡിംഗ് ആണ്. ഒറക്കിൾ ഡെക്കിലൂടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നേ, നിങ്ങളോട് അവർക്ക് പറയാനുള്ള കാര്യത്തെയാണ് നോക്കുന്നേ. ചൂസ് വൈസ്ലി എന്നുള്ളൊരു കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. കൺസിഡർ ലോങ് ടേം ഇഷ്യൂസ് ബിഫോർ യു കമ്മിറ്റ്. തീരുമാനം എടുക്കുന്നതിന് മുന്ന് ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും പാസ്റ്റിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നാകുന്ന സമയം ആയി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പാസ്റ്റിലുണ്ടായിട്ടുള്ള ഏതൊരു പ്രശ്നമാണെങ്കിലും അത് പറഞ്ഞ് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. വെയിറ്റ്, കോംപ്രമൈസ്, ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട്. അഡ്വഞ്ചേഴ്സ്, ഹാവിങ് ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്. പുതിയ അനുഭവങ്ങൾ നേടുകയും പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് പുതിയ വ്യക്തികൾ വന്നിട്ടുണ്ട്, സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഇപ്പോൾ അവരിലേക്ക് ഒരു നല്ല അനുഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർ കുറച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ടാവാം, പുതിയ വ്യക്തികളെ കണ്ടെത്തിയിട്ടുണ്ടാവാം, അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു മാറ്റത്തെ കാണിക്കുകയാണ്. ട്രാവൽ, ചേഞ്ച്, പ്ലാൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർ സെൽഫ് ലവ് ചെയ്തിട്ടുണ്ട്. അവരുടെ വേദനകൾ മറക്കുവാനായിട്ട് അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. അതിലൂടെ പുതിയ വ്യക്തികളെ പരിചയപ്പെട്ടു എന്ന് പറയുന്നു. നെക്സ്റ്റ് കാർഡ്, സ്ട്രോങ് റൂട്ട്സ്, ബിൽഡിംഗ് എ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് വിത്ത് സംവൺ. ഇവിടെ പറയുന്നത് ഒരാളുമായിട്ട് വിശ്വാസത്തിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കുക എന്നാണ്. അവർ അവരുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ വന്നിട്ടുള്ള പുതിയൊരു സുഹൃത്തുമായിട്ടായിരിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ഫെയ്ത്ത്ഫുൾ, ഫ്രണ്ട്സ്, ട്രസ്റ്റ്. അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവണം. അവർ വിശ്വസിച്ചുകൊണ്ട് അവരുടെ വേദനകൾ, അവരിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവണം. ബ്രേക്കിംഗ് ഫ്രീ, ഗെറ്റിംഗ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ ഓർ ബീയിങ് ഓൺ യുവർ ഓൺ നൗ. ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കുക, അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യുക, സ്വന്തമായിട്ട് നിൽക്കുക എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുള്ളത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ നിന്ന് താൽക്കാലികമായി മാറി നിന്നിട്ടുള്ളത് ഇവിടെ എന്താണ്, സുഹൃത്തുക്കളുമായിട്ട് ഉള്ള യാത്രയാണ് കാണിച്ചിട്ടുള്ളത്. അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ അവരും വേദനിച്ചിട്ടുണ്ട്. പിന്നീട് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഫ്രീഡം എന്നുള്ളൊരു കാര്യമാണ്, ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളൊരു കാര്യമാണ്. ടെൻഡർനെസ്, ഹാവിങ് എ ജെന്റിൽ സ്പിരിറ്റ് ആൻഡ് ബീയിങ് ഏബിൾ ടു കെയർ ഡീപ്ലി. സൗമ്യമായ മനസ്സും ആഴത്തിൽ കരുതുവാൻ കഴിവും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സൗമ്യമായ മനസ്സോടു കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് അവർക്ക് യഥാർത്ഥ പാർട്ട്ണർ, സോൾമേറ്റ് എന്നവർ തിരിച്ചറിയുകയാണ്. റിയൽ ഡീൽ, ഗുഡ് മാച്ച്. നിങ്ങളുമായിട്ടുള്ള യഥാർത്ഥ കരാർ അവർ കാണുകയാണ്. നിങ്ങളിലേക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് കാർഡ് പറയുന്നത്. ഹിഡൻ ഡിസയർ, there's someone else or a fantasy that's unfulfilled. ഇവിടെ ഒരാളല്ലെങ്കിൽ ഒരു ഫാൻറ്റസി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് തന്നെയാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടാത്തതായിട്ട് കാണിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുന്ന നിമിഷത്തെ കാണിച്ചു തരാണ്. സീക്രട്ട്, ടെംപ്റ്റഡ്, അവെയർ. അപ്പോൾ
നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന രഹസ്യത്തെ ഇവിടെ കാണിക്കുകയാണ്. അഫെയർ ഉണ്ടെന്ന് പറയുകയാണ്, നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുക തന്നെയാണ് അവിടെ കാണിക്കുന്നത്. എൻചാന്റഡ് വിസ്പർ, ലിസൺ ടു യുവർ ഹേർട്ട് ആൻഡ് ടേക്ക് എ ചാൻസ് ഓൺ ലവ്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ട് പ്രണയത്തിൽ ഒരു അവസരം നൽകാനായിട്ട് പറയുകയാണ്. അതായത് ഇന്ന് അവരുടെ ഹേർട്ട് എന്താണോ പറയുന്നത്, അവരുടെ ഹൃദയം എന്താണോ പറയുന്നത്, അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങൾക്ക് അവസരം നൽകാനായിട്ട് അവർ പോവാണ്. അത് തന്നെയാണ് കാർഡ് പറയുന്നത്. വണ്ടർ ഡ്രീംസ് പ്രോമിസ്, നിങ്ങൾക്ക് പ്രോമിസ് തരാൻ പോവാണ്. അവരുടെ സ്വപ്നങ്ങൾ ഇവിടെ കാണിക്കുകയാണ്. വിഷ് ഗ്രാൻഡഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇറ്റ് ബിക്കംസ് എ ഫെറ്റൈൽ വെൻ യു മേക്ക് ഇറ്റ് റിയൽ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴേ ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇതൊരു പഴങ്കഥയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. പഴങ്കഥയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ, നിങ്ങളും അവരും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞ് നിങ്ങളുടെ ഫാമിലിക്കായിട്ട് ജീവിക്കുമ്പോഴേ പറഞ്ഞ് മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പഴങ്കഥയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. വിഷസ് ഗ്രാൻഡഡ് എന്നാണ്. മാജിക് എഫേർട്ട് റിസൾട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു മാജിക് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളെടുത്ത എഫേർട്ടിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പ്ലാൻ എഹെഡ്, പ്രിപ്പയർ ഫോർ എ റെയിനി ഡേ ആൻഡ് സ്റ്റേ ഫ്ലെക്സിബിൾ. മഴക്കാലത്തിനായിട്ട് വെയിറ്റ് ചെയ്യുക, വഴക്കമുള്ളവരായിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും ഒരുമിച്ച് താമസിക്കാനായിട്ടുള്ള സമയമായി, അതിനുവേണ്ടി തയ്യാറെടുക്കാനാണ് പറയുന്നത്. അഡാപ്റ്റ്, ഫോസൈറ്റ്, ഇൻവെസ്റ്റ് എന്നാണ്. അപ്പോൾ പ്ലാനിങ് നടക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട് കുറച്ച് പേരുടെ എനർജിയൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. റാംബ്ലിംഗ് റോസ്, ഗ്രോവിങ് അപ്പാർട്ട് ഓർ ഗെറ്റിംഗ് സം സ്പേസ് ടു തിങ്ക്. അകന്ന് വളരുക അല്ലെങ്കിൽ ചിന്തിക്കാൻ കുറച്ച് സമയം വേണമെന്ന് ഉള്ളൊരു കാർഡാണ്. നിങ്ങളും അവരും സെപ്പറേഷനിലായൊരു നിമിഷം ഇന്ന് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. ഒരു തീരുമാനമെടുക്കുന്നതിനേക്കാളും മുന്നേ അവർ ഈ ഒരു ബന്ധത്തിൻ്റെ ആഴം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഈ അകന്നിരുന്നത്, ഈ സെപ്പറേഷൻ തന്നെയാണ് ഇവിടെ ഈ ഒരു ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച് തിരിച്ചറിവ് വന്നിട്ടുള്ളത്. ഓക്കെ, അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെ അവരുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. സ്വീറ്റ് അലേഴ്സ്, എംബ്രേസ് ദി അൺനോൺ ആൻഡ് ലെറ്റ് ലവ് ബ്ലൂം ഓൺ ഇറ്റ്സ് ഓൺ. അജ്ഞാതമായതിനെ സ്വീകരിക്കുക, സ്നേഹം പൂക്കാനായിട്ട് സമയം കൊടുക്കുക. അപ്പം അജ്ഞാതമായതെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളോട് അവർക്ക് വിശ്വാസമായി തുടങ്ങി. പാസ്റ്റിൽ എങ്ങനെയാണ് നിങ്ങളും അവരും പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്, മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമായിരിക്കാം. അവിടെ വിശ്വാസക്കുറവുണ്ടായിട്ടുണ്ട്. ഇന്ന് കിട്ടിയിട്ടുള്ളത് മിസ്റ്ററി, ബിലീവ്, ലെറ്റ് ഗോ എന്നാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാം. സോൾ സെർച്ചിങ്, നീഡിങ് ടു വർക്ക് ഓൺ സം പേഴ്സണൽ ഇഷ്യൂസ് ഫസ്റ്റ്. നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ പറയുകയാണ് ആദ്യം എനിക്ക് കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തവർക്ക് നിങ്ങൾ പറയുന്ന മറുപടിയാണ്, എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മോട്ടീവ്സ്, പർപ്പസ്, സെൽഫ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ, നിങ്ങൾ സ്വയം ചെയ്യുന്ന കാര്യത്തെയാണ് ഇപ്പോൾ പറയുന്നത്, യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ച് സമയം ആവശ്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ അവർ ചിന്തിക്കുന്നതും യൂണിവേഴ്സ് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ദീർഘകാല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്. അപ്പോൾ ദീർഘകാല പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ. എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് സംസാരിച്ചുകൊണ്ട് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ തിരിച്ചു വരുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്.
നിങ്ങളുടെ ജീവിതം എന്താകണമെന്ന് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. വ്യക്തമായിട്ടുള്ള മറുപടി അവരോട് പറഞ്ഞുകൊണ്ട് വേണം ഇതിൽ സൊല്യൂഷൻ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്. ഇന്ന് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. ടൈം കാർഡും കൂടി എടുക്കുകയാണ്. ഡിഫിക്കൽട്ടീസ് ഇൻ വർക്ക്, ടേക്ക് യുവർ മാമാസ് ഹെൽപ്പ്. ജോലിയിലെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ കരിയറിലെ ബുദ്ധിമുട്ടുകളാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അമ്മയുടെ ഹെൽപ്പ് ചോദിക്കാൻ പറയുകയാണ്. അമ്മ എന്ന് പറയുമ്പോൾ ആരാണ്? പ്രപഞ്ചശക്തിയോടാണ് പറയുന്നത്. പ്രപഞ്ചശക്തിയോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രപഞ്ചശക്തി സോൾവ് ചെയ്തു തരുമെന്നാണ് പറയുന്നത്. ഓൺ എനി വെൻസ്ഡേ, കണ്ടോ, ബുധനാഴ്ച, ഈ വരുന്ന ബുധനാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യം സാധ്യമാകാനായിട്ടുള്ള ദിവസമായിട്ട് കരുതാമെന്ന് പറയുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് ഇൻ 27 days, 3 കാർഡാണ് എടുക്കുന്നത്. 27 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം നടക്കും കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചിന്തിക്കുക. എല്ലാവർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ, വ്യത്യസ്തമായ ഡിസയേഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, എംപറർ. ഇവിടെ നിങ്ങളിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്, ചേഞ്ച് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളിലെ ബാഡ് കർമ്മ ഉണ്ടായിക്കൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നു. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരികയാണ്. എംപററിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിനെയാണ്. നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത്. അവർ ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുന്നത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി തന്നെയാണ്, തിരിച്ചറിവ് വന്നുകൊണ്ട് തന്നെയാണ്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.